ഹൃദയപൂർവം ഭാഗം 136. ഹരിയെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വിശ്വസ്ത സുഹൃത്ത്. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാവമുണ്ട് എന്ന് സച്ചിക്ക് വ്യക്തമാകാൻ തുടങ്ങി. പക്ഷേ അത് എന്ത്? അങ്ങനെയുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ തെളിവ് വേണം. അതിനായി അവൻ കാത്തിരുന്നു. മറുവശത്ത് ഹരി അടുത്ത നീക്കം ആലോചിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും സന്തോഷത്തിൽ മുങ്ങിയിരുന്നുവെങ്കിലും ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ചെറിയ സംശയം തങ്ങി നിന്നു. കോടതി മുറ്റത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു കറുത്ത കാറ് ദൂരത്ത് പിന്തുടർന്നത് അവൾ ശ്രദ്ധിച്ചു. തോന്നലാകും എന്ന് കരുതി പിന്നീട് അവൾ അത് വെറുതെ വിട്ടു. ഹരി ഈശ്വരനോടും സച്ചിയോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. അവന്റെ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ ആയിരുന്നു. ഇനി തന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയേ പറ്റൂ. കളി തുടങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ, അവൻ സ്വയം പറഞ്ഞു. ഇന്ന് ദേവിക, നീ സ്വതന്ത്രയായത് ശരിയാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യമാണ് ലക്ഷ്മിയെ അവന്റെ അടുത്ത് എത്തിക്കാൻ അവൻ കണ്ടുപിടിച്ച മാർഗവും. അതിനായി മുന്നിൽ ഈശ്വരനെ നിർത്തി കളിച്ചതും. തന്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം കറക്റ്റ് ആയിരുന്നു. ആ കണക്ക് കൂട്ടലുകൾ ലക്ഷ്മിയെ തന്റെ മുന്നിൽ എത്തിച്ചു. അതേസമയം സച്ചി ഈശ്വരനോടൊപ്പം ഇരുന്നു. ഈശ്വർ, ഈ ഹരി എങ്ങനെയാണ്? ഹരിയെ വിശ്വസിക്കാൻ പറ്റുമോ? അവൻ ചോദിച്ചു. ഈശ്വർ എന്താണ് എന്നുള്ള ഭാവത്തിൽ സച്ചിയെ നോക്കി. എനിക്ക് നിന്നിലൂടെയാണ് ഹരിയെ പരിചയം, അതുകൊണ്ടാണ് ചോദിച്ചത്, സച്ചി പറഞ്ഞു. അവൻ എൻ്റെ സുഹൃത്താണ്. അല്ല അല്ല ഈശ്വർ, സച്ചി ഉറപ്പിച്ച് പറഞ്ഞു. എൻ്റെ സച്ചി, നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഈശ്വർ ചോദിച്ചു. അവൻ നിന്നെ മുൻനിർത്തി എന്തോ കളിക്കുന്നുണ്ട്, സച്ചി പറഞ്ഞു. അത് കേട്ട് ഈശ്വർ മിണ്ടാതെയിരുന്നു. ഇന്നെടുത്ത തീരുമാനം അവന്റെ ജീവിതം മാറ്റിയിരുന്നു. അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട സച്ചി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എന്നാൽ ഈശ്വർ ആലോചനയിലായിരുന്നു. രാത്രി എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം നിറഞ്ഞ സംസാരമായിരുന്നു. മാധവ് നാളെ രജിസ്റ്റർ ഓഫീസിൽ പോകാനുള്ള പേപ്പറുകൾ ഒരുക്കി. മാധവും ശരത്തും അവരുടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു. ടീച്ചറമ്മ ദേവികയ്ക്ക് പുതിയ സാരി എടുത്തു കൊടുത്തു. ഇത് നിനക്കായിട്ട് ശരത്ത് വാങ്ങിയതാണ്. പൂർണ്ണമായിട്ടും നീ ഈശ്വർ എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്നും നിനക്ക് മോചനം ലഭിച്ചതിന് ശേഷം, സ്വതന്ത്രയായതിനു ശേഷം, നീ നിയമപ്രകാരം ശരത്തിന്റെ ഭാര്യ ആകുന്ന ദിവസം നിനക്ക് ധരിക്കാനായിട്ട് അവൻ വാങ്ങിയതാണ്. കല്യാണം അവൻ വിചാരിച്ച പോലെയല്ലല്ലോ, പെട്ടെന്ന് നടത്തി. നിങ്ങൾ രണ്ടുപേരും പോലും അറിയാതെ നിങ്ങളുടെ വിവാഹം നടന്നില്ലേ? പക്ഷേ ഇത് അങ്ങനെയല്ല. വിവാഹസാരി ധരിച്ച് ആഭരണങ്ങൾ ഇട്ട് വേണം നീ നിയമപ്രകാരം ശരത്തിന്റെ ഭാര്യയാകാൻ. അതായത് ഒരു വിവാഹം പോലെ തന്നെ. അതുകൊണ്ട് ഇത് ധരിച്ചു വേണം രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് ആ സാരി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ രണ്ട് കൈ നീട്ടി അത് വാങ്ങി. ശരത്ത് അവളെ നോക്കി പറഞ്ഞു. ഇനി നിനക്ക് ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നരുത്. ദേവിക ചിരിച്ചു. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എനിക്കറിയാം, അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. പക്ഷേ ആ സന്തോഷത്തിനിടയിൽ ദൂരത്ത് മറ്റൊരു കാറിന്റെ ഹെഡ്ലൈറ്റ് വീണ്ടും അവരുടെ വീടിന്റെ മുന്നിലൂടെയുള്ള വഴിയിലൂടെ ഒന്ന് തെളിഞ്ഞു പോയി. ആ സന്തോഷത്തിന്റെ ഇടയിൽ ആരും ശ്രദ്ധിച്ചില്ല. വീട്ടിലെത്തി ഹരി ചെന്നപാടെ ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് വീണു. അവന്റെ മനസ്സിൽ ഇന്ന് കണ്ട ലക്ഷ്മിയുടെ മുഖമായിരുന്നു. ഇന്ന് ആ ചുവന്ന ചുരിദാറിൽ അവളെ കാണാൻ ഒരു ദേവിയെ പോലെ തോന്നിച്ചു. പക്ഷേ അവളുടെ കൂടെ അവളുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ, അവൻ അവളെ ചേർത്ത് പിടിച്ചാണ് നിന്നത്. അവളുടെയും മുഖത്ത് നിന്ന് തന്നെ അവരുടെ സന്തോഷം മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതാണ് അവനെ ഭ്രാന്ത് പിടിപ്പിച്ചത്. അവൻ വേഗം എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്നു. അലമാര തുറന്നു. അതിൽ നിന്നും ഒരു സിറിഞ്ചും ഒരു ചെറിയ മെഡിസിൻ ബോക്സും എടുത്തു. അവന്റെ ആ കൈകളിൽ അവൻ ആ സൂചി കയറ്റി. കണ്ണുകളടച്ച് അവൻ ബെഡിലേക്ക് തന്നെ ഇരുന്നു. അവന്റെ മനസ്സിൽ ദേവികയെ അന്ന് ഈശ്വർ ബലമായി കീഴ്പ്പെടുത്തിയ ദിവസം ഓർമ്മ വന്നു. ആ ദിവസം ഈശ്വർ ദേവികയെ ഉപദ്രവിച്ചപ്പോൾ അതെല്ലാം കണ്ടത് ലക്ഷ്മിയാണ്. അവളാണ് ദേവികയെ രക്ഷപ്പെടുത്തിയത്. അവിടെ താൻ ഉണ്ടായിരുന്നു. അവൾ അവനെ കണ്ടു. അവൾ തന്നെ തിരിച്ചറിഞ്ഞു. ഹരി അവിടെ നിന്നും പിന്മാറാൻ ശ്രമിച്ചു. കാരണം അവൻ മനസ്സിലാക്കിയിരുന്നു, ലക്ഷ്മി ഒരിക്കലും അങ്ങനെയൊരു സാഹചര്യത്തിൽ അവനെ കണ്ടാൽ അവനെ അംഗീകരിക്കില്ല. ഒന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയ തന്നെയും അവൾ കയ്യിലുണ്ടായിരുന്ന ദേവിയുടെ ത്രിശൂലം വെച്ച് അവനെ എറിഞ്ഞു വീഴ്ത്തി. അന്ന് അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ടു പോകുമ്പോൾ അവൾക്കുള്ളിലെ വെറുപ്പ് താൻ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താൻ ആ വഴി മാറ്റിയത്. അതിനുശേഷം ദേവികയുടെ വീട്ടില് പ്രശ്നത്തിന് ശേഷം ലക്ഷ്മിയെയും കുടുംബത്തെയും അവിടെ നിന്നും പറഞ്ഞുവിട്ട ദിവസം ഹരിക്ക് അവർ പെട്ടെന്ന് എങ്ങോട്ടാണ് പോയത് എന്ന് ആദ്യം മനസ്സിലായില്ല.
പിന്നീട് അവർ ലക്ഷ്മിയുടെ അച്ഛന്റെ വീട്ടിലേക്കാണ് പോയത് എന്ന് മനസ്സിലായത്. അവരെ പുറത്ത് ചാടിക്കാൻ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ടി വന്നില്ല. അവിടേക്ക് അവൻ നേരിട്ട് എത്തിയില്ല. പക്ഷെ അവന്റെ ആളുകൾ എത്തി. അവിടെ നിന്നും മാറി മറ്റൊരു വീട്ടിലേക്ക് അവർ താമസം മാറിയപ്പോൾ അവിടെയും തന്റെ ആളുകൾ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ സമ്മതിച്ചില്ല. രാത്രികളിൽ വാതിലിൽ തട്ടി ഓടിപ്പോകൽ, വീടിന് മുന്നിൽ നിൽക്കുകയും ചീത്ത വിളിയും. അച്ഛൻ വണ്ടി ഓടിക്കാൻ പോയി എന്തെങ്കിലും അപകടം വരുത്തി അവിടെ തർക്കം സൃഷ്ടിക്കും. അത് പ്രശ്നത്തിലേക്ക് എത്തി അച്ഛനെ മാനസികമായിട്ട് തകർത്തുകൊണ്ടും ഇരുന്നു. അതിനെല്ലാം പിന്നിൽ ഹരിയായിരുന്നു. നിന്റെ മകൾ കാരണമാണ് എല്ലാം. അവൾ വീട്ടിലുണ്ടെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് ലക്ഷ്മിയുടെ അച്ഛന്റെ മനസ്സിൽ സംശയവും വിരക്തിയും വിതച്ചത് ഹരിയും ഹരിയുടെ കൂട്ടുകാരും ചേർന്നാണ്. അവൻ നേരിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ പണം വാങ്ങിയ ആളുകൾ പറഞ്ഞ വാക്കുകൾ ലക്ഷ്മിയുടെ അച്ഛന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഒരു അച്ഛൻ തന്റെ മകളെ സംരക്ഷിക്കേണ്ട സമയത്ത് അവൾ തന്നെയാണ് പ്രശ്നമെന്ന് കരുതാൻ തുടങ്ങി. ഹരിക്ക് അതായിരുന്നു വേണ്ടത്. അച്ഛൻ ഇല്ലാത്തൊരു ദിവസം വീട്ടിൽ ലക്ഷ്മിയും അമ്മയും മാത്രം. അന്ന് വൈകിട്ട് ചില ആളുകൾ വന്ന് ബഹളം വെച്ചു. വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ലക്ഷ്മിയുടെ അമ്മ തടയാൻ ശ്രമിച്ചു. ആ സംഘർഷത്തിൽ ലക്ഷ്മിയുടെ അമ്മ ഇടപെടാൻ എത്തിയപ്പോൾ ഉണ്ടായ മർദ്ദനം ആ അമ്മയുടെ ജീവനെടുത്തു. പോലീസ് റിപ്പോർട്ടിൽ അത് പ്രാഥമിക കലഹം മാത്രം. പക്ഷെ യഥാർത്ഥ കാരണക്കാരൻ ദൂരത്തു നിന്ന് നോക്കി നിന്നു. ഹരി. അവന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ഇനി അവൾ ഒറ്റയ്ക്ക്. അത് മാത്രമാണ് അവൻ ചിന്തിച്ചത്. സ്നേഹത്തോടെ ഒരിക്കലും അവളെ സ്വന്തമാക്കാൻ പറ്റില്ല. ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന്, അത് സ്നേഹത്തോടെയാണെങ്കിലും ബലം പിടിച്ചിട്ടാണെങ്കിലും എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് താരയുടെ സഹോദരന് പണം കൊടുത്തത് ഹരിയാണ്. ഇവളെ അവിടെ നിർത്തരുത്. അവളുണ്ടെങ്കിൽ നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ പറഞ്ഞ് അവളെ വീടിന് പുറത്താക്കാൻ വഴിയൊരുക്കി. പക്ഷെ അവന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ലക്ഷ്മി ആരോടും പറയാതെ ഒളിച്ചുപോയി. ഹരിക്ക് ആദ്യമായി നിയന്ത്രണം നഷ്ടമായി. ലക്ഷ്മിയെ കണ്ടെത്താനുള്ള ഏക വഴി ഈശ്വർ ആയിരുന്നു. കാരണം ദേവികയിലൂടെ ലക്ഷ്മിയിൽ എത്തുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈശ്വറിനെ മുൻനിർത്തി കളിച്ചത്. സഹതാപം, സൗഹൃദം, വിശ്വാസം എല്ലാം ഒരു മറയാക്കി. ഈശ്വർ അവന് സഹായിയായി. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ഉപയോഗിച്ച ആയുധം ഈശ്വർ ആയിരുന്നു. അവൻ ലക്ഷ്മിയെ നേരിട്ട് കയ്യേറ്റം ചെയ്തില്ല. പക്ഷേ അവന്റെ ഓരോ നീക്കവും അവളുടെ കുടുംബത്തെ തകർത്തു. അവളുടെ അമ്മയുടെ ജീവൻ പോയി. അവളുടെ അഭയം നഷ്ടപ്പെട്ടു. അവളുടെ കുടുംബം ചിതറിപ്പോയി. അതിൻ്റെ പിന്നിൽ അവൻ എന്ന പുരുഷന്റെ സ്വാർത്ഥമായ സ്വന്തമാക്കണം എന്ന ആഗ്രഹം. ഹരിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയ ഒരേ ഒരു കാര്യം, ഒറ്റ കാര്യം, ലക്ഷ്മിയുടെ തിരോധാനം ആയിരുന്നു. അവൾ തകർന്നെങ്കിലും തളർന്നു പോയില്ല. ഒറ്റപ്പെട്ടെങ്കിലും അവൾ പിടിച്ചു കയറി. അവൾ വീണ്ടും നിൽക്കാൻ പഠിച്ചു. അവൾക്ക് ആശ്രയം ലഭിച്ചു. അവൾക്ക് സ്നേഹം ലഭിച്ചു. അതിനെല്ലാം കാരണം അവളുടെ ജോലിയാണ്. ഹരിയുടെ ക്രൂരത അവളെ ദുർബലമാക്കിയിരുന്നു. പക്ഷെ അതാണ് അവളെ കൂടുതൽ ശക്തിയുള്ളതാക്കി മാറ്റിയത്. സിറിഞ്ച് കയ്യിൽ നിന്ന് പതുക്കെ താഴേക്ക് വീണു. അവൻ കണ്ണുകൾ തുറന്നു. ലക്ഷ്മിയുടെ ചുവന്ന ചുരിദാറിൽ നിന്നിരുന്ന ആ രൂപം വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. നീ എത്ര ഓടിയാലും ഒടുവിൽ നീ എൻ്റെ മുന്നിൽ തന്നെ വരും, അവൻ പല്ലുകൾ കൂട്ടിച്ചുരുട്ടി പറഞ്ഞു. അടുത്ത ദിവസം മുതൽ സച്ചി മാറി. അവൻ നേരിട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഹരിയുടെ ഓരോ ചലനവും സച്ചി ശ്രദ്ധിച്ചു. ഫോൺ വിളികൾ വരുമ്പോൾ ഹരി വണ്ടി നിർത്തി മാറി നിൽക്കുന്നത്, സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തുന്നത്, ഇപ്പോൾ വേണ്ട, സമയം വരട്ടെ എന്ന് പറഞ്ഞത് കേട്ടതും സച്ചിയുടെ ചെവിയിൽ കുടുങ്ങി. ഹരി ഒരു കോൾ വന്നതും ഹരി കാർ എടുത്തു പോയി. അവന്റെ കാറിന്റെ ദൂരം വിട്ട് പിന്തുടർന്ന് സച്ചിയും. ഹരി നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ ഗോഡൌണിന് സമീപം കാർ നിർത്തി. അവിടെ നിന്നും ഇറങ്ങിയ 2 പേർ. അവരെ സച്ചി മുന്ന് കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഈശ്വറിന്റെ ഒപ്പമായിരുന്നു. സച്ചിയുടെ ഹൃദയം ഇത്തവണ ശക്തമായി മിടിച്ചു. ഇത് യാദർച്ഛികമല്ല. അതേസമയം ലക്ഷ്മി ഒരു ദിവസം വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അന്ന് കണ്ടതുപോലെ തന്നെ ആ കറുത്ത കാർ അവരുടെ വീടിന്റെ മുന്നിലൂടെ ഒരേ സമയം കടന്നു പോകുന്ന കാർ, അത് അന്ന് കണ്ട കറുത്ത കാർ തന്നെയോ? അവൾ ശരത്തിനോട് പറയാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ സന്തോഷം കണ്ടപ്പോൾ അവൾ മിണ്ടാതെ നിന്നു. ഇനി പ്രശ്നങ്ങൾ വേണ്ട, അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു പേടി വന്നുകൂടി. ഒരു ദിവസം സച്ചി ഗോഡൌണിലേക്ക് വീണ്ടും പോയി. അവിടെ ഒളിച്ചു നിന്ന് കേട്ട സംഭാഷണം അവന്റെ സംശയത്തെ ഉറപ്പാക്കി.
പണം നാളെ കിട്ടും. ആ പെണ്ണ് എവിടെയാണെന്ന് അപ്പോൾ നാളെ അറിയാം അല്ലേ? ഹരിസാറ് എത്ര രൂപ വേണമെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിനെ കണ്ടുപിടിക്കാനായിരുന്നു മറ്റേ പെണ്ണിനെ അന്വേഷിച്ചത്. ഈശ്വർ സാറിന്റെ ഒപ്പം ഹരിസാർ ഇറങ്ങിയത്. ചെറിയ ചൂണ്ടയിട്ട് വലിയ മീനെ പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ സാറിന് ആവശ്യമുള്ള പെണ്ണിനെ പിടിക്കാനായിട്ട് കൂടെ നിന്ന് ഈശ്വർ സാറിന്റെ ഭാര്യയെ കണ്ടുപിടിക്കാനായി കൂടെ നിന്നു. ഇതെല്ലാം കേട്ട് സച്ചി തരിച്ചു നിന്നു. ഹരി എന്ന പേര് കേട്ടതും സച്ചിയുടെ ശരീരം തണുത്തുപോയി. അങ്ങനെയെങ്കിൽ ആ പെണ്ണ് അത് ലക്ഷ്മിയാണെന്ന് അവന് സംശയമില്ല. വൈകുന്നേരം അവൻ ഈശ്വറിനെ കണ്ടു. ഞാൻ ഇന്നലെ നിന്നോട് ഹരിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി സംശയമില്ല, തെളിവ് കിട്ടി, സച്ചി പറഞ്ഞു. ഈശ്വറിന്റെ മുഖം ചുളുങ്ങി. ഹരി? അതെ, അവൻ നിന്നെ ഉപയോഗിച്ചു ലക്ഷ്മിയെ കണ്ടെത്താൻ. ദേവികയെ കരുവാക്കി. ഈശ്വർ ഒരു കസേരയിൽ ഇരുന്ന് തല പിടിച്ചു. ഞാൻ ഞാൻ ഇത്രയും നാള് നിനക്കറിയില്ല ഒന്നും. അതാണ് അവന്റെ ശക്തി, സച്ചി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതേസമയം ഹരി തന്റെ അടുത്ത നീക്കം ആലോചിച്ചു. ലക്ഷ്മിയുടെ ജോലി സ്ഥലത്തെക്കുറിച്ച് അവന് വിവരം കിട്ടിയിരുന്നു. അവൾക്ക് ചുറ്റും എത്ര വലിയ രക്ഷാകവചം ഉണ്ടെങ്കിലും ഒറ്റ നിമിഷം മതി അതെല്ലാം തകർത്ത് കളയാൻ. പക്ഷേ ഈ തവണ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. അവന്റെ പിന്നാലെ സച്ചിയുടെ കണ്ണുകളും ഉണ്ടായിരുന്നു. സത്യം പുറത്തു കൊണ്ടുവരാൻ സച്ചി നേരിട്ട് ഈശ്വരനോട് പറഞ്ഞതിന് ശേഷം അവൻ ഹരിയെ പിന്തുടർന്നു. ഗോഡൌവിന് സമീപം കണ്ട ആളുകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ലക്ഷ്മിയുടെ പഴയ വീട്ടില് പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ അധികം സമയം എടുത്തില്ല. ഒരു പഴയ കടക്കാരൻ പറഞ്ഞു, ആ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ഒരുത്തൻ പണം കൊടുത്ത് നിർത്തിയതാണെന്ന് കേട്ടിരുന്നു. ആരാണ് എന്ന് ചേട്ടൻ അറിയുമോ? സച്ചി ചോദിച്ചു. പേരൊന്നും അറിയില്ല, പക്ഷെ വലിയൊരു കാറ്, വലിയ ആളാണെന്ന് പറഞ്ഞിരുന്നു. സച്ചിയുടെ മനസ്സിൽ ഒരേ ഒരു പേര്, ഹരി. പക്ഷേ അവൻ ഈശ്വറിന്റെ ഓഫീസിലെ ഒരു ജോലിക്കാരനല്ലേ? അവന് പിന്നിൽ മറ്റെന്തെങ്കിലും കഥകളുണ്ടോ? ഹരി ആരാണ് യഥാർത്ഥത്തിൽ? ഈശ്വറിന്റെ ഓഫീസിലെ ഒരു സാധാരണ ജോലിക്കാരൻ, മാസശമ്പളത്തിൽ ജോലി ചെയ്യുന്നവൻ. പക്ഷെ ലക്ഷ്മിയുടെ കുടുംബത്തെ തകർക്കാൻ പണം ഒഴുക്കിയത്, വലിയ കാറിൽ വന്നത്, കാശ് കൊടുത്ത് ആളുകളെ വാങ്ങിയത്. ഇതൊരു ജോലിക്കാരന്റെ ശക്തിയല്ല. ലക്ഷ്മിയുടെ പഴയ വീടിനടുത്തുള്ള ചെറിയ കടയിൽ സച്ചി വീണ്ടും പോയി. അന്ന് പ്രശ്നമുണ്ടാക്കിയവരെ നിങ്ങൾ പറഞ്ഞല്ലോ, പണം കൊടുത്തു നിർത്തിയവർ വലിയ ആളുകളാണ് എന്ന്. കടക്കാരൻ ചുറ്റും നോക്കി, ശബ്ദം താഴ്ത്തി. അവൻ നേരിട്ട് വന്നിട്ടില്ല, പക്ഷെ ഒരു ദിവസം വലിയൊരു കാറിൽ ഒരാൾ ഇറങ്ങി. അവനെ ഹരിസാർ എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ഇത്ര കറക്റ്റായിട്ട് ഓർക്കാൻ കാരണം, ആ കുട്ടി അവിടെ വന്ന് താമസിക്കുമ്പോൾ എൻ്റെ മകളുമായിട്ട് ചെറിയൊരു കൂട്ടായിട്ട് വരികയായിരുന്നു. എൻ്റെ മകൾക്ക് ആ കുട്ടി ഇഷ്ടമായിരുന്നു. ആ കുട്ടി എൻ്റെ മകള് ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ നൃത്തം പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ കാര്യമായത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത്, അയാൾ പറഞ്ഞു. ചേട്ടാ, എന്ത് കാറിലാണ് അവർ വന്നതെന്ന് ഓർക്കുന്നുണ്ടോ? കറുത്ത കാറായിരുന്നു. നമ്പർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ പറ്റുബുക്കിലാണ് എഴുതി വെച്ചത്. നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ നോക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തെ തെരച്ചിലിന് ഒടുവില് ഇതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഒരു കണക്കുകൾ എഴുതി വെച്ചിരുന്ന പേജിൽ ഒരു വണ്ടി നമ്പർ കണ്ടു. അത് സച്ചി നോട്ട് ചെയ്തു. ഹരിക്ക് അങ്ങനെ ഒരു കാറില്ല, അവന്റെ പേരിൽ ഒന്നുമില്ല. അപ്പോൾ ആ നമ്പർ വഴി അന്വേഷിച്ചപ്പോൾ സച്ചിക്ക് കിട്ടിയ മറ്റൊരു പേര്. കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ഷെൽ കമ്പനിയുടെ പേരിൽ. ആ കമ്പനി അന്വേഷിച്ചപ്പോൾ കമ്പനി പ്രവർത്തനമില്ല. പക്ഷെ ബാങ്ക് ഇടപാടുകൾ വൻതോതിൽ. അവയിൽ ചില പണമിടപാടുകൾ ഹരിയുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക്. ഇത് സാധാരണ കാര്യമല്ല, സച്ചി മനസ്സിൽ പറഞ്ഞു. ഹരിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ മറ്റൊരു വിവരമെത്തി. നഗരത്തിന്റെ പുറത്തുള്ള ഒരു സ്വകാര്യ ക്ലബ്ബ്. അവിടെ സ്പെഷ്യൽ മെഡിക്കൽ സ്പേസ് എന്ന പേരിൽ ചില ഇടപാടുകൾ. സച്ചി അവിടെ പോയി. ഒരു മുൻ ജീവനക്കാർ പറഞ്ഞു, ഇത് മെഡിസിൻ അല്ല സാർ, ഡ്രഗ് ആണ്. ഇഞ്ചക്ഷൻ, പൗഡർ, എല്ലാം ഹൈ പ്രൊഫൈൽ ക്ലയന്റുകൾ. ഹരി അവൻ നേരിട്ട് വിൽക്കില്ല, പക്ഷേ ഇടനിലക്കാരൻ, സപ്ലയർ. പണം അവന്റെ വഴിയാണ് പോകുന്നത്. സച്ചിയുടെ സംശയം ഇപ്പോൾ തെളിവായി മാറുകയായിരുന്നു. ഹരി ഒരു ഓഫീസുകാരൻ മാത്രമല്ല, ഒരു ഡ്രഗ്സ് ഇടപാടിന്റെ ഇടനിലക്കാരൻ കൂടിയാണ്. സച്ചി ഓർത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.